ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? കുറച്ച് ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. വിഷു ഒക്കെ ഇങ്ങെത്തിയല്ലേ? വിഷു, ഈസ്റ്റർ ഒക്കെ വരവായി. നമുക്ക് വിഷുക്കാലത്തെ എതിരേൽക്കാം. പ്രകൃതിയൊക്കെ മഞ്ഞ വിഷു കണിക്കൊന്നയൊക്കെ പൂത്തുലഞ്ഞ് അങ്ങനെ കണിക്കൊന്ന പൂവൊക്കെ വാരി ചൂടി സുന്ദരിയായി നിൽക്കുന്ന കാലഘട്ടം. നമ്മൾ വിഷുവിനോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്കൊക്കെ വിഷു കൈനീട്ടം കൊടുക്കും അല്ലേ? ഞാൻ വിഷുവിൻ്റെ അന്നല്ല, അതിന് മുമ്പേ തന്നെ പോയി എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്, ഒരു കസ്റ്റമർക്ക് ഒരു വിഷു കൈനീട്ടം കൊടുത്തിട്ട് വരാൻ പോകുവാണേ. എൻ്റെ കൂടെ പോന്നാൽ കാണാം കേട്ടോ. ആരാണെന്ന് കാണാം, എന്താണ് കൊടുക്കുന്നതെന്ന് കാണാം, എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം, ഒക്കെ കണ്ടറിയാം. പോരുന്നോ? മുട്ടുവെളുത്തെന്നേ ചേച്ചിയുടെ മുട്ടുവെളുത്തെന്നേ, ക്രീമൊന്നും തേച്ചിട്ട് വേദന പോയെന്നേ, ഈ ക്രീമൊന്നു തേച്ചിട്ട് മുട്ടുവെളുത്തെന്നേ, ഈ ക്രീമൊന്നു തേച്ചിട്ട് വേദന പോയെന്നേ, ഞാനൊന്നു പോവാണേ ചേച്ചിയെ കാണാന്, ഞാനൊന്നു പോവാണേ ചേച്ചിയെ കാണാന്, നിങ്ങളും പോരുന്നോ ചേച്ചിയെ കാണാന്, എൻ കൂടെ പോരുന്നോ ചേച്ചിയെ കാണാലോ, നിങ്ങൾക്കും വാങ്ങാലോ ക്രീമൊന്നു വാങ്ങാലോ, മുഖം വെളുക്കൂലോ വേദന പോകൂലോ, നിങ്ങൾക്കും വാങ്ങാലോ ക്രീമൊന്നു വാങ്ങാലോ, വേദന പോകൂലോ സ്കിന്നു വെളുക്കൂലോ, ഓഫറു തീരാറായി പെട്ടെന്ന് വാങ്ങിക്കോ, ഓഫറു തീരാറായി പെട്ടെന്ന് വാങ്ങിക്കോ, ക്രീമൊന്നു വാങ്ങാലോ സുന്ദരിയാകാലോ, വേദന നീക്കാലോ സന്തോഷമുണ്ടല്ലോ, ക്രീമൊന്നു വാങ്ങാലോ സുന്ദരിയാകാലോ, ക്രീമൊന്നു വാങ്ങാലോ വേദന പോകൂലോ, സുന്ദരിയായാല് വേദന പോയാല് സന്തോഷമുണ്ടല്ലോ, ജീവിതം സന്തോഷം, വേദന പോയാല് സുന്ദരിയായാല് ജീവിതം സന്തോഷം, ആഹ്ലാദമാകൂലോ. അപ്പൊ എങ്ങനെയാ, ഒരെണ്ണം വാങ്ങുമല്ലേ? ഓഫർ തീരാറായേ. ഏപ്രിൽ 15 വരെ ഓഫറുള്ളൂ. ഏപ്രിൽ 15 രാത്രി 11:59 വരെ ഓഫർ കേട്ടോ. ഏപ്രിൽ 16 മോർണിംഗ് മുതൽ 12 AM മുതൽ ഓഫർ നിലയ്ക്കും. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം വേഗം വാങ്ങിക്കോ. ഓഫർ റേറ്റിൽ ഇപ്പോൾ വാങ്ങിയാൽ കിട്ടും. ഓക്കെ. എൻ്റെ ദൈവമേ, ഈ തെയ്യാമ്മ ചേച്ചിയെ സമ്മതിക്കണം. ഈ മുട്ടുവേദനയും വെച്ചുകൊണ്ട് ഈ തെയ്യാമ്മ ചേച്ചി കയറി വരുന്ന വഴിയാണ്, കുത്തുകല്ലാണ് ഞാൻ ഇപ്പോൾ കയറി വന്ന് നിങ്ങളെ കാണിച്ചത് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു വനപ്രദേശത്തിൽ കൂടെ അങ്ങോട്ട് പോവുകയാണേ. ഇത് കണ്ടോ, റബ്ബർ തോട്ടം, അതിൻ്റെ ഇടയിൽ കൂടി ഒരു റോഡ്. ഇതിലിങ്ങനെ നടന്ന് പോയിട്ട് തെയ്യാമ്മ ചേച്ചിയുടെ വീട്ടിലെത്താം. നല്ല വ്യൂ ആകട്ടോ ഇവിടെ, നല്ല സൈറ്റ്. ഒരു ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ പോയ ഒരു ഫീലുണ്ടേ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നാ കാണുന്ന വ്യൂ കേട്ടോ. നോക്കിക്കോ, കണ്ടോ 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 കണ്ടോ, ദൂരെ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന മലഞ്ചെരിവ് കണ്ടോ. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നിറയെ മരങ്ങളും റബ്ബർ മരവും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സ്ഥലത്തൂടെ ഞാനങ്ങനെ പോയിട്ട് തെയ്യാമ്മ ചേച്ചിയുടെ മുട്ടുവേദന മാറിയതും മുട്ട് വെളുത്തതുമൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ വരാം കേട്ടോ. ഓക്കെ. തെയ്യാമ്മ ചേച്ചിയെ ഇല്ലേ? ഞാനാ തെയ്യാമ്മ ചേച്ചിയെ കാണാൻ വന്നതാ. ഇതന്നെ എവിടെയും പോകാൻ നിൽക്കുവായിരുന്നു. അതെയോ? സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട്. അല്ല, മുട്ടുവേദനയൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ടല്ലേ? ഇന്നാള് ഞാൻ വന്നതായിരുന്നേ. അപ്പൊ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 10-20 ദിവസമായി. അപ്പൊ വീണ്ടും കുറഞ്ഞോന്ന് അറിയാൻ വേണ്ടി വന്നതാ കേട്ടോ. അതുപോലെ വിഷു ഒക്കെ അല്ലേ, ഈസ്റ്റർ ഒക്കെ അല്ലേ, ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. എന്നാ കേറാ ഞാൻ.
എന്നാ ചേച്ചി ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. എന്നാ പോസ്റ്റ് ഓഫീസിലോട്ട് ആ സ്റ്റെപ്പ് വഴി കേറിയ പോലെയാണോ ഇപ്പൊ മുട്ടിന്റെ അവസ്ഥ എന്നൊന്ന് കാണട്ടെ. കണ്ടോ, പിടിക്കാതെ ഇറങ്ങുന്നുണ്ടല്ലേ? അന്ന് പോസ്റ്റ് ഓഫീസിൽ പോയപ്പോ ഇതുവഴി പിടിച്ചല്ലേ കേറിയിരുന്നേ. ആ അപ്പൊ അങ്ങനെ മിടുക്കിയായിട്ട് ക്രീമൊക്കെ തേച്ച മുട്ടുവേദനയൊക്കെ കുറഞ്ഞിരിക്കുക. എന്നാ എന്റെ വക ഒരു വിഷുക്കൈ നീട്ടം ഇരിക്കട്ടെ കേട്ടോ. ആ എന്നാന്നൊന്ന് തുറന്ന് നോക്കിക്കേ. സാധാരണ ഈ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നോക്കാവുള്ളെന്ന് പറയും. നല്ലത് നോക്കിക്കോ. കണ്ടാൽ ഏതാണ്ട് സോപ്പിന്റെ കൂട് പോലെയൊക്കെ ആയിരിക്കുന്നത് അല്ലേ? സോപ്പല്ല, ക്രീം തന്നെ. ഹണി വാക്സ് ക്രീം. ചേച്ചി അന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു എപ്പോഴും വീട്ടിൽ ഇതൊരെണ്ണം വേണമെന്ന്? എപ്പോഴും ആവശ്യമാണ്. അപ്പൊ ഇതങ്ങ് പിടിച്ചോ, വിഷുക്കൈ നീട്ടമായിട്ട് കേട്ടോ. അങ്ങനെ തെയ്യാമ്മ ചേച്ചിയുടെ മുട്ടുവേദന കുറഞ്ഞെന്നറിഞ്ഞോണ്ട് ഞാൻ ഓടി വന്നതാ. ഇന്നാളൊന്നും ഓടി വന്നായിരുന്നു. ഇച്ചിരൂടെ കുറഞ്ഞ ലെവല് സെക്കൻഡ് സ്റ്റെപ്പ് അറിയാൻ വേണ്ടി ഓടി വന്നതാ. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായാലും നല്ലോണം. പിന്നെ ഞാൻ ഓടി വന്നതിനൊരു കാര്യമുണ്ട് കേട്ടോ. ഈയിടെ മിനിഞ്ഞാന്ന് ഞാനേ തെയ്യാമ്മ ചേച്ചിയെ ഫോൺ വിളിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്നറിയാം. എന്നെ കുടുകൂടെ ചിരിപ്പിച്ചോണ്ട് വളരെ രസകരമായ രീതിയിലുള്ള മറുപടിയായിരുന്നേ. അതിനകത്ത് 2-3 പോയിന്റ്സ് നോട്ട് ചെയ്യേണ്ടതാണ്. അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചേച്ചി പറയുവാണ് വേദന മാറാൻ വേണ്ടി ഞാൻ ദിവസം 2-3 നേരം ക്രീം അപ്ലൈ ചെയ്ത് എൻ്റെ മുട്ട് വെളുത്തെന്ന്. കേട്ടോ കൂട്ടരെ? കുടുംബം വെളുത്തു എന്ന് കേട്ടിട്ടുണ്ട്, സ്കിന്ന് വെളുത്തു എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? കുടുംബം വെളുത്തു. ഏതാ ട്രീറ്റ്മെന്റിന് പോയിട്ട്. ട്രീറ്റ്മെന്റിന് പല രോഗങ്ങളൊന്നും കൊണ്ട് നമ്മൾ ആശുപത്രി കയറി ഇറങ്ങി കുടുംബം വെളുക്കും. എന്നാ വേദനയും അതുപോലുള്ള അസുഖങ്ങളും പരിപൂർണമായിട്ട് മാറുമോ? എല്ലാം മാറിയാലെന്നല്ല, ചിലതൊക്കെ മാറിയാലും. ഇതിപ്പോ ഞാൻ ജനിച്ച പിന്നെ ഇത്രയും 60 വയസ്സിനിടയ്ക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് ആ മുട്ട് വെളുത്തു എന്നൊരു പ്രയോഗം. പക്ഷെ ഇപ്പൊ നമുക്ക് മുട്ടായി പോയതുകൊണ്ട് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റില്ല. ഞാനിത് ഇങ്ങനെ തേക്കുമായിരുന്നു, എപ്പോഴും തേക്കും. അപ്പൊ ആദ്യം എന്റെ മുട്ടിന് ഞാൻ സ്വതവേ ഒരു കറുത്ത അത്ര നല്ല വെളുത്തൊന്നുമല്ല. അപ്പം എന്റെ ഈ മോത്തേക്കാലും നിറം എല്ലാം ഉണ്ട് എന്റെ മുട്ടിന്. ഞാൻ ഇങ്ങനെ തേക്കുമല്ലേ, എന്നൊന്നും ഇങ്ങനെ തേക്കുമല്ലേ. അപ്പൊ തെയ്യാമ്മ ചേച്ചി, ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും തെയ്യാമ്മ ചേച്ചി ഇപ്പൊ ഞാൻ ഈ തന്ന ക്രീം മുട്ട മാത്രം തേച്ചാൽ പോലെ മുഖത്ത് തേക്കണം. എന്നിട്ട് ഇനി ഒരു വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞ് വരും. ജൂൺ മാസത്തിൽ മഴയായി പോകും. അപ്പൊ അതിന് വലിയ മഴയ്ക്ക് മുമ്പേ ഞാൻ ഒന്നും കൂടെ വരും. ഇപ്പൊ ഏപ്രിൽ പകുതിയല്ലേ ആകുന്നത്, മെയ് പകുതിക്ക് വരും. അപ്പോഴത്തേനും മുഖം വെളുപ്പിച്ചേക്കണം കേട്ടോ. അപ്പൊ മുഖവും വെളുക്കട്ടെ. ഇനി പറഞ്ഞ എന്നോടാ ഫോണിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ. പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ, ഒന്ന് പള്ളിയിൽ പോകണോ, ഒരു കല്യാണത്തിന് പോകണോ, അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് വേദന തോന്നുന്നുണ്ട്. നമ്മൾ പണിയൊക്കെ എടുത്ത് തിരക്കിൻ്റെ ഇടയ്ക്ക് പണിയെടുത്ത് വേദന തോന്നുന്നുണ്ടെങ്കിൽ ഇത് തേച്ചിട്ട് പോകാൻ നല്ലൊരു സാധനമാണ്. ഒന്നാമത്തെ കാര്യം മറ്റൊരാൾക്ക് ദോഷമായിട്ടൊരു മണം ഉണ്ടാവില്ല. തേച്ചിട്ട് പോയാല് നല്ല വേദനയും കുറയും. പിന്നെ മറ്റാർക്കും ഒരു ഉപദ്രവം, അല്ലെങ്കിൽ നമ്മൾ കുഴമ്പൊക്കെ തേക്കുമ്പോൾ അതിനൊരു മറ്റൊരു മണമല്ലേ. ആരും അങ്ങനെ തേക്കുമില്ല കുളിച്ചു കഴിഞ്ഞാല്. പക്ഷെ ഇത് കുളിച്ചു കഴിഞ്ഞാൽ തേക്കും ചെയ്യാം, വേദനയും പോവും. അതെ, അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താന്ന് മനസ്സിലായോ? അതായത് കുഴമ്പാണ് കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് തേച്ചിരുന്നിട്ട് ചൂട് പിടിപ്പിച്ച് തിരുമ്മിയിട്ട് അങ്ങനെ നമ്മളെ ബാത്റൂമിലൊക്കെ ആരും കാണാതെ ഒളിഞ്ഞിരുന്ന, കാരണം ഡ്രസ്സ് പറ്റിയ കുഴമ്പിന്റെ ഇഫക്റ്റ് പോകും. അങ്ങനെ ഇരുന്ന് പിന്നെ ചൂടുവെള്ളത്തിൽ കുളിച്ച് ചൂട് പിടിച്ച് എന്തെല്ലാം നടപടിക്രമങ്ങളാ. ഇതാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് തേച്ചാൽ മതി. നല്ല ഫ്രാഗ്രൻസ് ആണ്, നല്ല സുഗന്ധമാണ്. തേച്ച ഒരു 5 മിനിറ്റ് അത് പിടിക്കുന്നതിന് വരെ ഒരു 5 മിനിറ്റ് സമയം അതിന് കൊടുക്കണം. അപ്പം അത് ശരീരത്തിൽ പിടിക്കും. കാലയിലോ മുട്ടയിലോ കൈക്ക് വേദനയോ എവിടെ വേദന ഉണ്ടെങ്കിലും ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇന്ന് ഞാൻ ഇപ്പൊ ടീച്ചർ ഇന്ന് വരുമെന്ന് പറഞ്ഞല്ലോ, രാവിലെ അടിച്ചു വാരി പാത്രം വെച്ച് ചോറ് വെച്ച് കറി വെച്ച് കോഴിക്ക് തീറ്റ കൊടുത്തു. ഈ പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കാലൊരു മടുത്ത പോലെ തോന്നി. അപ്പൊ പെട്ടെന്ന് ഞാൻ വന്നിട്ട് ഇടുക്കൂട്ടെടുത്ത് തേച്ച് കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു. ഇപ്പൊ എനിക്ക് ഒരു വേദനയില്ല. അപ്പം നമുക്ക് പണിയെടുക്കുമ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം വീട്ടിലുള്ള ആശ്വാസമാണ്. ഇത് എൻ്റെ തീർന്നായിരുന്നു. എന്നിട്ട് ടീച്ചറിന് ഞാൻ വിളിക്കാൻ ഞാൻ പറ്റിയില്ല. എന്നിട്ട് ടീച്ചറിൻ്റെ കടയുണ്ടെന്ന് എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നേ. അപ്പം ഞാൻ എന്നോട് പറഞ്ഞാൽ പിന്നെ ഈ ഹണി വാക്സ് എന്ന് പറഞ്ഞാൽ മരുന്ന് അവിടെ ചെന്ന് പറയാം, ടീച്ചർ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടേലും ഇല്ലേലും അവിടെ കടയുണ്ടല്ലോ, അവിടെ മേടിച്ചോണ്ട് വന്നും പറഞ്ഞാൽ 250 രൂപയും കൊടുത്ത് പൈസ മേടിച്ചോണ്ട് വന്നു. കാരണം ഇതില്ലാതെ ഇപ്പം എനിക്ക് പറ്റിയല്ല. ഈ ക്രീം ഇല്ലാതെ ഇപ്പൊ തെയ്യാമ്മ ചേട്ടത്തിക്ക് ഒരു ദിവസം പോലും പറ്റിയല്ല, ഒരു നേരം പോലും പറ്റിയല്ല. ഭക്ഷണം ഇല്ലേലും പറ്റൂന്നാ പറഞ്ഞത്.
ക്രീം ഇല്ലാതെ പറ്റിയല്ലെന്നാ പറഞ്ഞു കേട്ടോ. അത് കാരണം ഇത് എല്ലാരും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുക. എന്തെങ്കിലും വേദനകൾ വരുമ്പോ ഇതെടുത്ത് തേക്കുക. അതുപോലെ സൗന്ദര്യത്തിനും തേക്കാം, അതിലുപരി വേദനയ്ക്കും തേക്കാം. ഇനി പൈസ ഉള്ളവരാണെങ്കിൽ വാങ്ങിയിട്ട് മുഖ സൗന്ദര്യം കൂട്ടാനും സ്കിന്നിന്റെ ഗ്ലോ വർദ്ധിപ്പിക്കാനും ഒക്കെ തേക്കാം. അതോടൊപ്പം പെയിന്റ് ബാമായിട്ടും യൂസ് ചെയ്യാം. അപ്പൊ 2 യൂസിനും കൂടെ എടുക്കുമ്പോൾ വീട്ടിലുള്ളവരെല്ലാം കൂടെ എടുക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ പൈസ കുറവുള്ളവരാണ് എന്ത് ചെയ്യുക, ഒരെണ്ണമെങ്കിലും വാങ്ങി വെച്ചിട്ട് ആ വേദന വരുമ്പോഴെങ്കിലും തേക്കാം. അപ്പൊ സൗന്ദര്യത്തെക്കാളും പ്രധാനം വേദന മാറ്റുക എന്നുള്ളതാണല്ലോ. അത് ഈ വേദന നമ്മളിത് തേച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ വേദന ഒന്നും ഉണ്ടാവുന്നുണ്ട്. ചേച്ചിക്ക് ഈ മുട്ടിന്റെ ഈ വേദന കൊല്ലങ്ങളായിട്ട് പഴകിയത് കൊണ്ടാണ് അത് പൂർണ്ണമായി മാറാത്തത്. അതെ, എൻ്റെ ഈ കൈയുടെ മുട്ടിന് ഇത് ജസ്റ്റ് എങ്ങനെയോ വന്നൊരു വേദനയാണ്. അത് എങ്ങനെയാ വന്നാൽ അറിയില്ല, എനിക്ക് തന്നെ അറിയത്തില്ല, മുട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം ഒരു വേദന. അപ്പം ഞാൻ എന്നെ ഇത് ഈ കാലേ തൂത്തേ ബാക്കി ലേശമൊക്കെ കയ്യിലുണ്ടാവില്ല, അത് ചുമ്മാ അങ്ങ് തൂത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് വേദന മാറി. പിന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ വേദന ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ വേദന ആരംഭത്തില് ഇത് തേക്കണം. തേച്ചാൽ വേദന മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന കൺസൾട്ടിങ് ഫീസ് പോലും ഇതിനാകുന്നില്ല. അതെ അതന്നെ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വേദന ഭയങ്കരം, ഞാൻ സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞ്, എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. എന്തെങ്കിലും പണിയെടുത്താൽ ഓടി വന്ന് ഞാൻ ആ കട്ടിലേ ഇരിക്കുമായിരുന്നു. ആ വേദന മാറുമ്പോൾ പിന്നെ എടുക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയില്ല. പക്ഷെ കാല് കുറേ നേരമൊക്കെ പണിയെടുത്തിട്ട് മടുപ്പ് പോലെ തോന്നും. പിന്നെ നമുക്ക് ഇത്ര ഒരു ഏജ് ആയി, ഇത്രയും വേദനയുണ്ട് അല്ലേ, ആ ഏജിന്റെ ഒരു മടുപ്പ് എന്തായാലും മടുപ്പ് അതന്നെ അങ്ങനെയുള്ളൂ. അല്ലാതെ ഇപ്പം വേദന എന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിലില്ല. അല്ലെ, നമുക്ക് വലിയ നമ്മുടെ ബോഡിയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു പെയിന്, അത് വലിയ രോഗം കൊണ്ടായിക്കോട്ടെ, ഇനി അത് വലിയ തീവ്രമായ ദുഃഖമായിരിക്കും. ഇനി അല്ല ചെറിയ ഒരു മുട്ടുവേദന, എളിക്ക് വേദന, ജോയിന്റ് പെയിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പണിയെടുക്കാൻ പറ്റിയല്ലോ ഇങ്ങനെ കലങ്ങിക്കിടക്കും. വേദനയുണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ മുഖത്തേക്കൊക്കെ പ്രതിഫലിക്കും. നമുക്കൊരു സന്തോഷം വരികയില്ല. ഇനി വേദനയില്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ ഒരു വലിയ പെയിൻ ഒന്നുമില്ല, നമുക്ക് കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാം. എനിക്ക് ഈയിടെ ഇങ്ങനെ എളിക്കുമിന്നൽ വന്നേ. ഇപ്പൊ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനൊക്കെ എളിക്കുമിന്നൽ വന്നിട്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടാ മാറണേന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് വരുന്നതാ. ഞാൻ ഓർത്ത് ദൈവമേ കുടുങ്ങിയല്ലോ, ഇനി ഇപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ പോണ്ടി വരുമോ. അന്നേരം ഞാൻ ഇതിന്റെ കാര്യം ഓർത്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്രീം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ എന്തിനാ വിഷമിക്കുന്നതെന്ന് ഓർത്തിട്ട് 2 ദിവസം എടുത്ത് തൂത്ത് കൊടുത്തു കേട്ടോ. 2 ദിവസം തൂത്തേ പിന്നെ അത് വന്നിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ മോൻ്റെ അത് ഞാൻ അവനെ എപ്പോഴും പറയും. പിന്നെ ഞാൻ പറഞ്ഞു അവനോട് ടീച്ചർ ഒന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞു. മോൻ എന്തിയേ? അവനില്ല, ജോലിക്ക് പോയി. അപ്പം ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ നടുവും ഇനി അപ്പച്ചനോടൊന്നും കുഴമ്പ് തേക്കാൻ പറ, വേറെ ഒരു കുഴമ്പ് തേക്കാൻ പറയാനൊക്കെ എന്നോട് പറഞ്ഞു. അപ്പച്ചൻ വരുമ്പം പറയണേ മമ്മി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാന്ന് പറഞ്ഞു. അപ്പച്ചൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതെടുത്ത് തേക്ക് തേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ ഇതെടുത്ത് അവൻ്റെ പുറത്ത് നടുവിനെ തേച്ചു. ആ തേച്ചത് അവന്റെ വേദന പോയി. ആ ചെറുക്കനോട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ തേക്കുവാന് വേദന പോയി. പിന്നെ എന്തിനാ തേക്കുന്നതെന്ന് അത്രയ്ക്ക് ഗുണമുണ്ട്. നമ്മൾ രണ്ടും കൂടി ഇരുന്ന് ആദ്യം ഞാൻ പിടിച്ചിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടേ കോഴിക്കോടുള്ള ഒരു ടീച്ചർ ഇത് വാങ്ങി. ടീച്ചർക്ക് കാലുവേദന പോകാൻ വാങ്ങിയതാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, അത് ഉപയോഗിച്ചതിൻ്റെ ഒരു ഗുണം എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുക. പിന്നെ അവരൊക്കെ ദൂരെ ആയതുകൊണ്ട് എനിക്ക് അവരെ ഇങ്ങനെ പോയിട്ട് വീഡിയോ പിടിച്ചിടാൻ പറ്റിയല്ലെന്നുള്ളൊരു സങ്കടമാണ്. അവർ പറഞ്ഞിരിക്കുക അവരുടെ അമ്മ പില്ലോ തലേണ കാൽമുട്ടിന്റെ അടിയിൽ വെച്ചിട്ടായിരുന്നു കിടക്കുന്നത്. പെയിന് കാരണം, ഈ കാൽമുട്ടിന്റെ പുറകിൽ ആ കുളങ്ങായിലെ വേദന കാരണം ഉറങ്ങാനും പ്രയാസമായിരുന്നു. 2 ആഴ്ച തേച്ച് കഴിഞ്ഞപ്പം പിന്നെ പില്ലോ തലേണ എടുത്ത് മാറ്റിയിട്ട് കിടക്കാറായി. അമ്മ കുറേശ്ശെ ഉറങ്ങിയും തുടങ്ങി. അതുപോലെ ഇവരുടെ ഹസ്ബൻഡിന് നടുവേദന ഉണ്ടായിരുന്നു, അത് തേച്ച് കൊടുത്തിട്ട് കുറയുന്നുണ്ട്. അപ്പൊ ടീച്ചറെ എനിക്ക് ഒരു ക്രീമും കൂടെ വേണം, അത് ചേച്ചിയുടെ ഹസ്ബൻഡിന് മുട്ടുവേദനയുണ്ട് അവർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ ഈ ആരംഭത്തിലുള്ള വേദന എല്ലാം ഓക്കെ ആവും. പക്ഷെ ഇത് എന്നെ പോലെ 6 വർഷം 7 വർഷം ഒക്കെ ആയ വേദനകളൊക്കെ മാറും, കാലക്രമേണ മാറുമായിരിക്കും. പക്ഷെ എന്നാൽ എണീറ്റ് നടക്കാനോ ഒരു യാത്ര പള്ളിയിൽ പോകാനോ കുടുംബശ്രീയിലോ കല്യാണത്തിനോ ഒക്കെ പോകാൻ നേരത്തെ ഇത് തേച്ചാൽ മാത്രം മതി എന്നുള്ളൊരു പാഠം. നമുക്ക് പോകാൻ പറ്റിയല്ലോ എന്നൊരു സങ്കടം ഒഴിവായി. അവിടെ ചെന്നാൽ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണത്തിൽ ഇരുന്നാൽ ഏക്കാൻ വിഷമമാവൂലോ. അതൊക്കെ നമുക്കൊരു ഇതല്ലേ, എല്ലാവരുടെയും ഒപ്പം ഇരുന്നിട്ട് ഏക്കാനൊക്കെ പിടിച്ചു മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കുമ്പോ അയ്യോ എന്ന് പറഞ്ഞ് നടക്കണ്ടല്ലോ. അത് വേദന എവിടെയെങ്കിലും വേദനയുള്ളവർ പോകുമ്പം ഇത് കുട്ടികൾ കുളിച്ച് കഴിഞ്ഞ് വന്ന് തേച്ച് യാത്ര പോകുമ്പോ ഒരെണ്ണം ബാഗിൽ വെച്ചാലും നല്ലതാ. അതെ,
അന്നേരം നമുക്ക് മുട്ടയിലൊക്കെ തേക്കാൻ ബുദ്ധിമുട്ടില്ലേ? അല്ല ടീച്ചർ രസം. ഞാൻ ഈയിടെ അല്ല ഒരിടത്ത് സ്റ്റേ ചെയ്യുന്നതാണെ തങ്ങുന്നതാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ യാത്ര ഇങ്ങനെ കാലിലൊക്കെ ഈ കാല് തൂക്കിയിട്ടിരുന്ന് ഒരുപാട് ലോങ് യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുട്ടിനും ജോയിന്റിനും ഒക്കെ വേദന വരും. അപ്പൊ രാത്രി തങ്ങുന്നോടത്താണ് ഇതെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തെ യാത്ര ഈസി ആയില്ലേ? പിന്നെ ഞാൻ ടൂറിന് പോയി. അതന്നെയാ ഞാൻ പറഞ്ഞേ. എന്റെ സംഘത്തിലുള്ളവർ എന്നോട് പറഞ്ഞു, ദേവം ചേച്ചി പേര് കൊടുത്തിട്ടുണ്ടോ, ദേവം ചേച്ചി വരണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് കാലുവേദന അല്ലേ എന്ന് പറഞ്ഞു. എന്നാലും അവർ പറഞ്ഞു കാലുവേദന ഒന്നും സാരമില്ല, ദേവം ചേച്ചി വരണം, ഞങ്ങൾ കയ്യെ പിടിച്ചൊക്കെ ഇറക്കും കയറ്റും ഒക്കെ ചെയ്യാം, വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ, ഒരു സന്തോഷമാകട്ടെ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഓർത്ത് ഇതുണ്ടല്ലോ, എന്നാ പിന്നെ ഇതൊക്കെ തേക്കാം. വൈകിട്ടും തേച്ചു, രാവിലെ കുളി കഴിഞ്ഞിട്ടും തേച്ചു, എന്നിട്ട് പോയിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. കണ്ടോ, അപ്പൊ എനിക്ക് സന്തോഷം കൂടി. ഹണി ഐസ്ക്രീം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ടൂറിന് വരെ പോകാൻ പറ്റി. അപ്പൊ ടൂറിന് പോയിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോ വന്നു. വൈകുന്നേരം ആയപ്പോ ഇവിടെ വന്നിട്ട് അന്നൊന്നും ഞാൻ ഇതൊന്നും തേച്ചൊന്നുമില്ല. പിറ്റേ ദിവസം പിന്നെ നമ്മൾ ചെയ്യാത്ത എന്ത് ആണേലും നടന്നല്ലോ, അവിടെ എല്ലാം നടന്നല്ലോ. എവിടെയാ പോയേ? ഞങ്ങള് ദൂരെയൊന്നും ഒരു ദിവസം എന്നാലും തൃക്കരിപ്പൂര് വളാപ്പ് അവിടൊക്കെ നടന്നല്ലോ, ബീച്ചിലൊക്കെ നടന്നു. പിന്നെ ബീച്ചെല്ലാം അങ്ങ് ചുറ്റി നടന്ന് കണ്ടു, ഐസ്ക്രീം കഴിച്ചു. പിന്നെ തൊട്ടില് ഊഞ്ഞാലി കയറി. വലിയ ഊഞ്ഞാലല്ല, ചെറിയ ഊഞ്ഞാല, 2-3 പേരൊക്കെ ഇരിക്കുന്ന. മൊത്തത്തിലൊന്ന് ഹാപ്പിയായി. അങ്ങനെ. അപ്പൊ എന്റെ പിള്ളേര്, എന്റെ കൊച്ചും അപ്പം പറഞ്ഞു, പൊയ്ക്കോ നീ ഇവിടെ തന്നെ ഇരിക്കുവല്ലേ, നമുക്ക് നമ്മളൊരു കാര്യം അങ്ങനെ നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേദന ഓർക്കുകയല്ല അല്ലേ? അപ്പൊ എന്നാളിത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, എനിക്കെന്തോ ഒരു തിരക്ക് കാര്യങ്ങള്. അപ്പൊ ഞാൻ ആ തീർന്നേടം വരെ എന്റെ മനസ്സിൽ എന്റെ ആ പണിയോ എന്തോ കാര്യമാണ് വേദന ഓർക്കല് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബീച്ചിൽ കട ഈ എം ചേച്ചിയാണോ കാലുവേദന എന്ന് പറഞ്ഞ് വരാത്ത എം ചേച്ചിയാണോ ഞങ്ങളുടെ ഒപ്പം നടക്കുന്നതെന്ന് അവരോടൊക്കെ പറഞ്ഞില്ലേ ഈ ക്രീമിന്റെ ഗുണം? ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു ഞാൻ ഇന്നപോലെ ഇങ്ങനെ ഒരു ക്രീമുണ്ട്, അത് ഞാൻ തേച്ചിട്ടാ വന്നേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ബീച്ചിലൊക്കെ പോയി, 2-3 ബീച്ചിൽ പോയി, കടലിൽ ഇറങ്ങി. അപ്പൊ അവിടെ ചെന്നപ്പോ അവരെന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ കടലിന്റെ അവിടെ വന്നിട്ട് കാല് നനയ്ക്കാതെ പോകരുത്, കാല് നനച്ചിട്ടേ പോകാവുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. അറിയത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ കാല് നനയ്ക്കാൻ വേണ്ടി അതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി വെള്ളം വന്ന് കാല് നനച്ചു, ഞാൻ കയറി പോകും. അങ്ങനെ ടൂർ പോയി. അപ്പൊ അങ്ങനെ ഹണി വാക്സ് ക്രീമും ഞാനും ചേച്ചിയും കൂടി കണ്ടുമുട്ടിയത് കൊണ്ട് ചേച്ചിക്ക് സന്തോഷമായിട്ട് ജീവിതം ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ്. കണ്ടോ, ടൂർ വരെ പോയിട്ട് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഈ ക്രീമിന്റെ ഒരു അത്ഭുത ഗുണം, മഹാ അത്ഭുത ഗുണം എന്ന് പറയാം. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്, അത് എത്തിയിട്ടില്ല എന്നുള്ളത് അതിന്റെ ഗുണം. അതന്നെ. ഞാൻ ടീച്ചറെ സത്യം പറഞ്ഞാല് ഈ കാലുവേദന കാരണമേ ഞാനൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. ഇതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ ജീവിതം ഇനി അങ്ങോട്ടും പള്ളിയിൽ പോകാൻ പറ്റിയല്ല, എവിടെയും പോകാൻ പറ്റിയല്ല. ഇനിയിപ്പം മകനില്ലെങ്കിലും എനിക്ക് ഓട്ടോറിക്ഷ വിളിച്ചാലും പോകാം. കണ്ടോ, ഒരു ഓട്ടോറിക്ഷ വരാൻ പറഞ്ഞു. എന്നാൽ എവിടെ ബാങ്കിൽ പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു, മനോജ് ഇല്ലല്ലോ, പിന്നെ നമുക്ക് എന്നെ വണ്ടി വിളിച്ചു തരാം, നീ പോയി പൈസ അടച്ചിട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ബാങ്കിൽ പോയി. ഞാൻ പിന്നെ പുള്ളിക്കാരനും വന്നു, തന്നെ വിടണ്ടല്ലോ പുറത്ത്. ഞങ്ങൾ ബാങ്കിൽ പോയി. ഇവിടെ കാർഷിക വികസന ബാങ്ക് 2ാം നിലയിലല്ലേ, അവിടെ കയറി പഴയ പഞ്ചായത്ത് അവിടെ കയറി പൈസ അടച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. കൊതുക് ഇനിയിപ്പൊ കൊതുക് അടിച്ചാലും പേടിക്കണ്ട കേട്ടോ ദയ്യാം ചേച്ചി. കൊതുക് അടിച്ച ചൊറിച്ചിലൊക്കെ ഇതും കൊണ്ട് അങ്ങ് തേച്ചാൽ ചൊറിച്ചിൽ മാറും. സ്കിന്നിന്റെ കൊതുക് അടിച്ച ചൊറിച്ചിലൊക്കെ ചൊറിച്ചിൽ മാറും എന്തായാലും. ആ കഷത്തിലുള്ള ചൊറിച്ചിലില്ലേ, ആ മാറി അതിന്റെ പാടെല്ലാം പോയില്ലേ. അത് വിയർപ്പും കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരഭാഗത്ത് ഡ്രസ്സ് മുട്ടി ഒരഞ്ഞിട്ടുണ്ടാകുന്ന പിന്നെ അല്ലേ മടക്കുകളിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറി. കഷത്തിലൊരു ചൊറിച്ചിലുണ്ടായിരുന്നു, ചൊറിച്ചില് നീറ്റല് ഒക്കെ പോകാൻ ഇത് നല്ലതാണ്. പിന്നെ അതുപോലെ ചൂടുകുരുവിന്റെ ചൊറിച്ചില് സത്യം പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ് ഇത്. ഓൾ ഇൻ വൺ എന്തുകൊണ്ട് ഇതിനകത്ത് തേനിന്റെ മെഴുക്, അത് ഞാനന്ന് പറഞ്ഞതാ, ചേച്ചി മറന്നുപോയതാ. തേനിന്റെ മെഴുകും വെളിച്ചെണ്ണയും കസ്തൂരി മഞ്ഞൾ പൗഡറും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഒരു കെമിക്കലും ഇല്ല, 100% നാച്ചുറൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ല, നമ്മുടെ ഓർഗൻസിനെ ഒന്നും ബാധിക്കുകയില്ല. കെമിക്കലൊക്കെ ഉള്ള കുറേ ക്രീമെല്ലാം വാരി പൊത്തിയിട്ട് അതറിയാതെ ക്രമേണ കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കിഡ്നി ലിവറൊക്കെ വരെ പിന്നെ ബാധിക്കുന്ന, നെഗറ്റീവായിട്ട് ബാധിക്കും. അത് ശരിയാണ്. പിന്നെ ഞാൻ പറയാൻ കുറേ പെൺപിള്ളേരൊക്കെ ചേച്ചി എനിക്ക് ഈ ക്രീം വാങ്ങാൻ വേണ്ടി എന്നോട് അന്വേഷണം എൻക്വയറി നടത്തുമ്പം മെസ്സേജ് ചെയ്ത് ചോദിക്കുക, ഞങ്ങൾ ആ ക്രീം വാങ്ങി, ഞങ്ങൾ ഈ ക്രീം വാങ്ങി, അത് തേച്ചിട്ട് ഞങ്ങളുടെ മുഖം പൊള്ളിയ പോലെയുണ്ട്, അപ്പൊ ഇത് തേച്ചാൽ മാറുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. അതൊക്കെ കെമിക്കൽ അടങ്ങിയ ക്രീമുകളായില്ലേ. പിന്നെ എന്നാ വെച്ചാല് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കാലുവേദന വന്നപ്പോൾ എനിക്ക് ദൂരെയൊക്കെ പോയി മരുന്നിനൊക്കെ പോകാനും ഈ ചെറുക്കം വേണ്ടേ കൂടെ വരെ അതിനൊക്കെ ബുദ്ധിമുട്ടാവില്ലോ. ഇനി ഞാൻ എന്നാ ചെയ്യും? അപ്പം അനിയത്തി പറഞ്ഞു, നീ അങ്ങോട്ട് ആകും ചേച്ചി, നമുക്ക് അവിടെ പോകാം ഇവിടെ പോകാമെന്ന്.
ഈ മനുഷ്യരെ ഈ മകനെ ഇട്ടിട്ട് വേണ്ടേ പോകാന്നുള്ള വിഷമമായിരുന്നു എനിക്ക്. എന്നായാലും ദൈവം ഞാൻ എപ്പോഴും കൊണ്ടുചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ് ഒരാളാണ്. ദൈവം പ്രാർത്ഥന കേട്ടു അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ ടീച്ചർ ഓടിക്കേറി വരാനോ. പ്രാർത്ഥന പാട്ട് പാടുവോ? പാട്ട് പാടും. ഞാൻ പാട്. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ചേച്ചിയുടെ മാനസം ഞാൻ കണ്ടു, ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ ഹണി വാക്സ് ക്രീം വന്നു, ചേച്ചിയുടെ പെയിൻ മാറി, ചേച്ചിക്ക് സന്തോഷമായിട്ട് ജീവിക്കാറായി. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് തീരുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ കൊണ്ടുത്തരാം, അല്ലെ അവിടെ എന്റെ കടയുണ്ട്, ചേട്ടനെ പറഞ്ഞു വിട്ടാ മതി, മേടിച്ചോളണം. തീരുമ്പം മേടിച്ച് ഉപയോഗിച്ചോളണം. ഇതുപോലെ വേദനയുള്ളവരോടൊക്കെ പറയുകയും വേണം. ഹണി വാക്സ് ക്രീം അല്ലേ? ഹണി വാക്സ് ക്രീം. അപ്പൊ എന്നാ പിന്നെ ഒത്തിരി സന്തോഷം. ഇനി നമുക്കൊന്ന് നടന്നു കാണിച്ചാലോ? എന്നിട്ട് ഒത്തിരി പറയാനുണ്ട്, ദിവസം പറഞ്ഞാൽ തീരെയല്ല. പക്ഷെ നമ്മുടെ വീഡിയോ വല്ലാണ്ട് ലെങ്തി നീളമായി. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ നിർത്താം. ഇനി ഞാൻ ഒരു മാസം കഴിഞ്ഞ് വരാം കേട്ടോ. അപ്പൊ മുഖവും കൂടെ സുന്ദരിയായിട്ടേ ഞാൻ വരാവേ. അന്നേരം മുഖവും കൂടെ വെളുപ്പിച്ച് വെച്ചേക്കണം കേട്ടോ. നടക്കാം. ഞാൻ പിന്നെ എടുത്തോണ്ട് വരാം. അപ്പൊ ഞാൻ തെയ്യാമ്മച്ചേടത്തിയെ നടത്തിക്കൊണ്ടുവരുവാ കേട്ടോ. കണ്ടോ അവിടെ ഒരു കുത്തുകല്ലൊക്കെ ഉണ്ട്, അതൊക്കെ കയറി പിടിക്കാതെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടോ? അയ്യോ, അനുഭവം. വേദന ഒരുപാട് തിന്നു. വേദന എടുത്ത് കാല് തിരിച്ചു വെക്കത്തില്ല, മറിച്ചു വെക്കത്തില്ല, നടക്കത്തില്ല. പെരക്കകത്തോടെ നടക്കുന്ന കട്ടിലെ പിടിച്ച്, മേശയെ പിടിച്ച്, അടുക്കളയിൽ ചെന്ന സ്റ്റാൻഡെ പിടിച്ച്, അങ്ങനെ പിടിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ പിടിച്ച് പിച്ച വെച്ച് നടന്നുകൊണ്ടിരുന്ന ചേച്ചിയെ ഞാനിപ്പോ ഇതിലെ ഒന്നും പിടിക്കാതെ മുറ്റത്ത് കൊണ്ടുവന്ന് പറമ്പിൽ കൊണ്ടുപോയി. മുറ്റം അടിക്കുന്നു. അയ്യോ, എന്തെല്ലാം ജോലി ചെയ്യുന്നു. ഇപ്പം ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. അന്ന് ഒന്നും എടുക്കാതിരുന്ന് കിടപ്പായി പോയതായിരുന്നു, കാല് വയ്യാത്തന്റെ പേരില്. കിടപ്പായി പോയ ആളാണ് ഇപ്പൊ എന്റെ മുന്നിൽ. കിടപ്പായി, നല്ലോണം കിടപ്പായി. എനിക്കത് ഓർക്കുമ്പോ തന്നെ വിഷമം വരും. അങ്ങനെ ആയി പോയല്ലോ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. അപ്പൊ വേദന മാറി, ഇനി മുഖവും കൂടെ വെളുത്ത് സുന്ദരിയായിട്ട് സന്തോഷമായിട്ടിരുന്നു. ഞാൻ ഒരു മാസം കഴിയുമ്പോ ഒന്നും കൂടെ വരാം കേട്ടോ. ഓക്കെ.